ഫുഡ് അഡിക്സ് ബൈ നീതു. ഇന്ന് ഞാൻ ഓൾറെഡി കുറച്ച് ഫിഷ് ഫ്രൈയും അച്ചിങ്ങുപ്പേരിയും റെഡിയാക്കി വിളമ്പി വെച്ചു കേട്ടോ. ക്യാമറമാൻ ലേറ്റ് ആയിരുന്നു, എന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുള്ളതേ. അപ്പം നമ്മുടെ സ്പെഷ്യൽ 50% തവരുള്ള നല്ല കുത്തരി ചോറ്, നമുക്ക് കുറച്ച് ചോറ് വിളമ്പി കൊടുക്കാം. കുറച്ച് ചോറ് എടുക്കണുള്ളൂ. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ അച്ഛന് ഫിഷ് കറി കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് ഫിഷ് ഇല്ലാതെ അച്ഛന് ഉരുളക്കിഴങ്ങ് വെച്ച് അമ്മ ഉണ്ടാക്കിയ കറിയാണ്, ഞാൻ ഉണ്ടാക്കിയ കറിയല്ല. ഈ എനിക്ക് ഫിഷ് കൂട്ടാവുന്നത് കൊണ്ട് എനിക്ക് ഫിഷ് കറി ഇന്നും കൂടെ കഴിക്കാൻ പറ്റുള്ളൂ. നാളെ മുതൽ രാമായണം വായിക്കണം. വീണ്ടും നോൺ വെജ് ഒന്നും വയ്ക്കാൻ പറ്റില്ല. അപ്പം ഇന്നിങ്ങനെ ആസ്വദിച്ച് ചാള, നല്ല മുട്ടയൊക്കെ ഉള്ള ചാള മാങ്ങ ഇട്ടുണ്ടാക്കി. എനിക്ക് മാങ്ങ കിട്ടിയില്ല. എനിക്ക് ഈ ചാളയിലെ മാങ്ങ ഉടച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കില്ലേ ഇതൊരു വായിൽ വെള്ളം വന്നു. എൻ്റെ ചോറ് ഞാൻ തന്നെ കൊതിക്കുന്ന പോലെ. പിന്നെ കുറച്ച് ഇഷ്ടമുണ്ട്, നമുക്കത് ഇത്തിരി ഇവിടെ ആക്കി കൊടുക്കാം. ഇന്ന് ഞാൻ കടുമാങ്ങ, ഞാൻ കുറച്ച് ദിവസമായി കടുമാങ്ങ കൂട്ടി ഉണയിച്ചിട്ട്. അപ്പോൾ ഇന്ന് കടുമാങ്ങ എടുത്തേക്കാന്ന് വിചാരിച്ചു. എല്ലാം വലിയ മാങ്ങയാണ്, ചെറിയ മാങ്ങയൊന്നുമില്ലേ. അതേടാ ഒരു കുട്ടിമാങ്ങ കിട്ടി. അപ്പോൾ ഇവനെ ഇവിടെ വെച്ച് നോക്കാതെ. കടുമാങ്ങ ഒഴിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കട്ടത്തൈര്, തൈരൊക്കെ വാങ്ങണം കേട്ടോ. അയ്യോ ഇവിടെ ഇപ്പോൾ തിരിച്ചു പിടിച്ച് ഒഴിച്ചാണേ. കുറച്ച് തൈരും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് ഇരുന്ന് കഴിക്കാം. ഫസ്റ്റ് നമുക്കിതിലൊരു മാങ്ങ എടുത്ത് കഴിക്കാട്ടോ. അത്യാവശ്യം പുള്ളിയുള്ള മാങ്ങയാണ്. മീൻമുട്ട. അപ്പം നമുക്ക് ചോറ്, നല്ല വെന്ത ചോറാണ്. നമ്മുടെ മാങ്ങയും മീൻ മുട്ടയും കൂടെ വെച്ചിട്ട് ഒരു ഫിഷ് ഫ്രൈ, അല്ല 2 ഫിഷ് ഫ്രൈയുടെ മുകളിൽ വെച്ചിട്ട് വാങ്ങിക്കൊള്ളാം. സൂപ്പർ. നമുക്ക് നമ്മുടെ അച്ഛനെ വെച്ചിട്ട് ചാള എടുക്കാം. സൂപ്പർ. നാളെ മുതൽ ഞാൻ വല്ല സാമ്പാറോ അവിയലോ ഒക്കെ കൂട്ടി ഉണയിക്കും. ഇന്നും കൂടെ ഞാൻ മീനൊക്കെ കൂട്ടി ഉണയിക്കട്ടെ. രാമായണം വായിച്ച് തീർക്കണ്ട. അപ്പം നോൺ വെജ് കഴിക്കണം ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വായിച്ചിട്ട് രാത്രി കഴിക്കാൻ കുഴപ്പമുണ്ടാവില്ല എനിക്കും. എന്തായാലും ഉച്ചവരെ കഴിക്കാൻ പറ്റില്ല, ഉണ്ടാക്കാനും പറ്റില്ല. അപ്പം നമുക്ക് തൈരും കടുമാങ്ങയും അച്ചിങ്ങപ്പേരിയും കൂടെ. കിട്ടില്ല. ഒരു പപ്പടം വേണ്ടായിരുന്നു ഇങ്ങനെ പൊടിക്കാനായിട്ട്. ഞാൻ കഴിച്ചു നോക്കട്ടെ. ബൈ.